ഉറങ്ങുക? മുത്തു പോയപ്പോ പോലെ ഉറങ്ങിപ്പോയില്ലേ? എപ്പോഴായാലും അന്യ വീട്ടിലേക്ക് പോകണ്ട തന്നെയല്ലേ? എന്നാലും വല്ലാത്തൊരു വിഷമം. നിനക്കറിയോ, ബാപ്പ മരിക്കുമ്പോൾ മുത്തിന് 4 വയസ്സ്, ഉമ്മ മരിക്കുമ്പോൾ 6. അന്നു മുതൽ ഓള ഉമ്മയും ബാപ്പയും ഞങ്ങൾ 3 ഇക്കാക്കമാരാ. പിന്നീട് ഇതുവരെ മുത്തിൻ്റെ മുഖം പാടി കണ്ടിട്ടില്ല. ഇന്ന് യാത്ര പറയുമ്പോൾ ഓളെ കരച്ചിൽ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് പെടയായിരുന്നു. നമ്മളെ മോളെക്കാളും ഞാൻ സ്നേഹിച്ചത് മുത്തിനെയാ. അയ്യേ, ഇതപ്പം നന്നായത്. കുട്ടികളെ പോലെ സങ്കടപ്പെടുക. ഓള് നല്ലൊരു പൊരൽക്കല്ലേ പോയത്. പുതിയാപ്പിളയും കൂട്ടരൊക്കെ നല്ല ആൾക്കാരാ. ഓൾക്ക് ഒരു ബുദ്ധിമുട്ടും അവിടെ ഉണ്ടാവില്ല. ഞാൻ 3-4 പ്രാവശ്യം വിളിച്ചിരുന്നു. മുത്ത ഭയങ്കര സന്തോഷത്തിലാ. ഞാനൊന്ന് വിളിച്ചു നോക്കിയാലോ? അയ്യേ, ഓലൊക്കെ കിടന്നിട്ടുണ്ടാവും. സമയം എത്രയെന്ന വിചാരം? എന്തായാലും നാളെ രാവിലെ തന്നെ നമുക്ക് പോവാം. അതിന് നേരം വെളുത്ത് കിട്ടണ്ടേ? ഈ ബിലാൽഖാന്റെ ഒരു കാര്യം, 3-4 ദിവസമായിട്ട് ഓടിപ്പഞ്ഞ് നടക്കില്ലേനോ. നല്ല ക്ഷീണം ഉണ്ടാവും. ചെന്ന് കിടക്കാൻ നോക്കി. എനിക്ക് അടുക്കളയിൽ കുറച്ചുകൂടി പണിയുണ്ട്. മോള് ഉപ്പാനെ കാത്തിരിക്കുക മുറിയില്. ചെല്ലി. നീ ചെല്ലേ. അപ്പൊ എല്ലാവർക്കും റാത്തായില്ലേ? എന്തൊക്കേനും പെരുമണ്ണങ്ങാടിയിലെ ചില അലവലാദികൾ പറഞ്ഞുകൊണ്ട് നടന്നു. കാക്ക മലന്ന് പറക്കും, ചെരിഞ്ഞു പറക്കും. ഇതാ ഇപ്പൊ പറഞ്ഞില്ലേ? മാത്രല്ല ഈ പറഞ്ഞവരൊക്കെ ഇവിടെ വന്ന് കോഴി ബിരിയാണി 3 കറ്റം തിന്നില്ലേ? അതൊക്കെ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞാലേ, അതാണ് മറന്നാളി. ഞമ്മളതൊക്കെ മറന്നിക്കണേ. ഞങ്ങൾ ഇറങ്ങാ, നേരെ ഒരുപാടായി. വാലേക്കും സലാം. പിന്നെ സളിക്കാരത്തിന് പിടിക്കും, വരണം കേട്ടാ. വരാതെ അല്ല കൂട്ടുകാരില്ലേ? അതിന്റെ അറയിലേക്ക് ആക്കിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാ. എന്താ ശുക്കൂറെ, അനക്ക് ഒറ്റയ്ക്ക് അറയിലേക്ക് കയറാൻ പറ്റൂലേ? പറ്റും പാപ്പ, നമ്മള് സ്വന്തം അറിയല്ലേ. നല്ലേ, നിങ്ങൾ പോയിക്കോളി, പാപ്പനി വല്ലാണ്ട് വെറുപ്പിക്കും. പിന്നെ ശുക്രേ, ഫസ്റ്റ് നൈറ്റ് അടിച്ചു പൊളിക്കണം. മുഖത്തോട് മുഖം നോക്കി നേരം വെളുപ്പിക്കരുത്. എല്ലാം മൊബൈൽ ഒപ്പിയെടുക്കണം. അയ്യേ, അതൊന്നുമില്ല. ഫേസ്ബുക്കിലും വാട്സാപ്പിലും സംഭവം ഒന്ന് പോടാ. പിന്നെ ഒക്കെ പറഞ്ഞ പോലെ എന്തെങ്കിലും സംശയം വിളിക്കാൻ മറക്കണ്ട, ഞാൻ ഓൺലൈനിൽ ഉണ്ടാവും. ഞാൻ വിളിച്ചോളാം. എന്നാ ശരി, ഞാൻ ഓർഡർ ആണല്ലേ? ഓക്കെ. എന്നാ ഇനി മുത്ത് കിടന്നോളെ. നേരെ ഒരുപാടായി. ഇവിടെ ടൗണിലെ പോലെ പെണ്ണിനെ അറയിലാക്കണ പരിപാടിയൊന്നും ഇല്ലട്ടോ. ശുക്കൂർ വന്നോളും. കിടന്നോ, ഇത്ത പോട്ടെ. പാലെവിടെ? എന്തിനാ? അല്ല, അങ്ങനെ ഒരു കലാപരിപാടി ഉണ്ടല്ലോ മണിയറയില്. അകത്ത് വെച്ചിട്ടുണ്ട്. ഓ, അതിനെന്താ ഇത്ര ഗൗരവോ? ഇതിന് മയത്തിലൊക്കെ പറഞ്ഞൂടെ? പിന്നെ ആയിഷയ്ക്ക് നല്ല ക്ഷീണുണ്ട്, അവൾ ഉറങ്ങിക്കോട്ടെ. അല്ലാതെ ഈമാൻ കാര്യം ഇസ്ലാം കാര്യം ഒന്നും പറഞ്ഞിരിക്കണ്ടാന്ന്. ഇവക്കിതെന്താണ് ഒരു നാണോ ഇല്ലാണ്ട്? ആയിഷ നല്ല പേരാ, പക്ഷെ ഞാൻ മുത്തുന്നേ വിളിക്കുള്ളൂ. മുത്ത്. മുത്തേ, ഈ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് മുത്തിന്റെ അഭിപ്രായം എന്താ? അതിന് ഇതിന്റെ ആദ്യത്തെ കല്യാണ. ആണോ? തമാശക്കാരിയാണല്ലേ? സത്യമായിട്ടും ആദ്യത്തെ കല്യാണ. ഇതാ പിന്നെയും തമാശ. ഈ ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ കാണുന്ന പോലെയാണോ? അപ്പൊ സിനിമ സീരിയലൊക്കെ കാണലുണ്ടോ? അല്ലോ, ഞാൻ കാണൂല. ബിലാൽ കറിഞ്ഞ എന്നെ കൊന്നളേ. സത്യം പറയാലോ, ഈ നാട്ടില് കാണാൻ ഭംഗിയുള്ള പെൺകുട്ടികൾ ഇല്ലാന്നാ നമ്മൾ വിചാരിച്ചത്. മുത്തിനെ കണ്ടപ്പം
നമ്മളെ നാട്ടിലും നല്ല മൊഞ്ചുള്ള പെൺകുട്ടികളുണ്ടെന്ന് മനസ്സിലായി. എനിക്ക് പെരുത്തിഷ്ടായി മുത്തനെ. എൻ്റെ മരണം വരെ മുത്തനെ ഞാൻ സ്നേഹിക്കും. മുത്തൻ്റെ മനസ്സ് വേദനിക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യില്ല. അതുപോലെ മുത്തൻ്റെയും സ്നേഹിക്കണം. സ്നേഹിച്ചെന്നെ വീർപ്പ് മുട്ടിക്കണം. അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അന്യോന്യം പൊറുക്കാനും മറക്കാനും നമുക്ക് കഴിയണം. ഒരു ഭാര്യയോടുള്ള കടമ അത് ഞാൻ മറക്കൂല. ഇതെന്താ കണ്ണു നിറഞ്ഞിരിക്കണേ? ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന പുതിയാപ്പിളേനെ പടച്ചു എനിക്ക് തന്നല്ലോ. അല്ലാനോട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതാ. ആ, ഇനി നേരം കളയണ്ട. മുത്ത പാലെടുക്ക. ബാപ്പാ, ഓളെ പെരക്കാരറിയിക്കണ്ടേ? അതോ അത് വേണ്ട, അത് പിന്നെ ആകെ പൊല്ലാപ്പാവും. പിന്നെ എന്ത് ചെയ്യും? എന്തായാലും മുത്ത് ഓളെ പെരക്കാരറിയിക്കൂലേ? തൽക്കാലം ആരെ അറിയിക്കാതെ നോക്കണം. ബാപ്പാ, ഒരു പെണ്ണിന്റെ ജീവിത കാര്യം ഗൗരവമുള്ളതാ. എൻ്റെ അഭിപ്രായത്തില് ഓളെ വീട്ടുകാരോട് കാര്യം പറയുന്നതാ നല്ലത്. ഇതിപ്പോ ചെണ്ട കൂട്ടി നാട്ടുകാരൊക്കെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും നേരം വെളുക്കട്ടെ. പാവം പേടിച്ച് കരഞ്ഞു കിടക്കുക. അത് സാരല്ല, തൽക്കാലം ഓള് ഷാഹിദിന്റെ കൂടെ കിടന്നോട്ടെ. മുത്തേ, മുത്തേ, എന്താ എന്താ മോളെ? മുത്തേ, സമാധാനിക്ക്, ഒന്നുമില്ല. കരയല്ലേ മോളെ, കരയല്ലേ. പേടിയാന്ന്. പേടിക്കണ്ട, ഒന്നും ഉണ്ടായിട്ടില്ല. ദേ നോക്കിയേ, എല്ലാരും ഉണ്ട് ഇവിടെ. ഓനക്ക് ഒന്നും പറ്റിയിട്ടില്ല. ചെന്ന് കയ്യും മുഖം കഴുകി എന്നിട്ട് ചായ കുടിക്കേ. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? ഓനൊന്ന് തലറ്റി വീണ്. അതിന് എത്രമാത്രം കോലാലം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. പെൺകുട്ടികളായാലേ കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം. ഉമ്മങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കണണ്ടാ? എന്ത് മിണ്ടാണ്ടിരിക്കാൻ? എന്തിനും പെൺകുട്ടികളായ കുറച്ച് സബൂറൊക്കെ വേണം. അല്ല പിന്നെ മോളെ, ഓളങ്ങനെയാ, സാരല്ല. അന്നെ പോലെ ഞമ്മക്കും വിഷമില്ലാഞ്ഞിട്ടാണ്. എന്തേ ഓണിക്ക് ഇന്നലെ രാത്രി അങ്ങനെ ഉണ്ടായിരുന്നു ഞമ്മക്കും പിടി കിട്ടുന്നില്ല. ഷുക്കൂറ് വൈദ്യരെ കാണിക്കാൻ പോയിക്കുന്നു, ഒന്നും ഉണ്ടാവില്ല. മോള് ബേജാറാവണ്ടട്ടോ. ഷായിദ ഓളെ മുഖമൊക്കെ കഴിച്ച് ഈ ചായ എടുത്തു കൊടുക്കും. ആ മോളെ, ഈ കാര്യം മോള് പുരയിലൊന്നും പറയണ്ട കേട്ടോ. ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ മൂത്രം പാത്ത മുട്ടിയ പിന്നെ ഈ സക്രാത്തിന്റെ ഹലളിയ പോലെയാണ്. എന്തൊരു കഷ്ട. എന്തെങ്കിലും ഒന്ന് പറ ഷുക്കൂറേ. ഛേ, വലിയ പ്രതീക്ഷയല്ല ഞങ്ങളിരുന്ന്. ഫസ്റ്റ് നൈറ്റ് കൊളായി നല്ലത് എന്താ ഉണ്ടായെന്ന് പറഞ്ഞില്ലല്ലോ. ഇതിപ്പോ ഈ കാര്യം പറയാതെ ഫസ്റ്റ് നൈറ്റ് കൊളായി എന്നും പറഞ്ഞ് തലയും താത്തിയിരുന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ?
അനക്കതിന് മുമ്പ് എങ്ങനെ ഉണ്ടേനോ? ഉണ്ടേനി. ഗൾഫുള്ളപ്പോൾ 2 പ്രാവശ്യം. അന്ന് മരുന്നും കുടിച്ചേനി. ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാകാൻ കാരണം എന്താ? ഈ ഓളെ കണ്ടം വല്ല ആക്രാന്തം കാട്ടിയിട്ടുണ്ടാവും. ഒന്നും മിണ്ടാടക്കടാ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ മുത്തിനൊന്നും തൊട്ടിട്ടുകൂടിയില്ല. പണ്ടാരടങ്ങാൻ അപ്പോഴേക്ക് ഇളകിയില്ലേ? ഇളകും, ഇനി ഇളകും. ഒരു പെണ്ണിനെ എനിക്ക് തൊടാൻ പറ്റൂല. കുഞ്ഞാലിക്ക വിളിക്കരുത്. എന്തൊക്കെയാ ബാപ്പയും മോനും കൂടി കാട്ടിക്കൂട്ടിയത്? ശാപാടോ ശാപം, പെൺകുട്ടികളെ ശാപ. പടച്ചോൻ കണ്ടറിഞ്ഞു തന്നതാ. എത്ര പെൺകുട്ടികളെ ഈ കണ്ണീര് കുടിപ്പിച്ചേ. കുഞ്ഞാലിക്ക പ്ലീസ്, ശുക്കൂർ ആകെ ടെൻഷൻ വേണ്ടരുത്. നിങ്ങൾക്കും കിട്ടും. എടോ, ഈ കല്യാണം ഉറപ്പിച്ചപ്പോ എന്തേനും ബാപ്പാന്റെയും മോന്റെ അഹങ്കാരം. പെരുമണ്ണ അങ്ങാടിയില് വീമ്പിളക്കി മതം പൊട്ടി ആനനെ പോലെ എന്റെ ബാപ്പ നടന്നില്ലേ? എന്നെ കണ്ടപ്പോ പുച്ഛായിരുന്നു. എന്നിട്ടേ സൗകര്യണ്ടേ കല്യാണത്തിന് വരേണ്ടിന്നൊരു വിളിയും. ആർക്ക് വേണം എന്റെ ബിരിയാണി? എടോ, ആഴ്ചയിൽ 10 ദിവസം ബിരിയാണി കഴിക്കണോന്നാ ഞാൻ. അറിയോ എനിക്ക്? ഒരു കണക്കിന് പടച്ചോൻ ഇന്നെ കഴിച്ചിലാക്കിയതാണ്. എന്റെ കെയർ ഓഫിലെങ്ങാനാണ് ഈ കല്യാണം നടന്നതെങ്കിൽ അതോ പടച്ചോനെ എനിക്കത് ഓർക്കാൻ പറ്റുന്നില്ല. ഓ, അന്റെ കാര്യം ആലോചിക്കുമ്പോഴാ അന്റെ ഓക്ക് 3 ആങ്ങളമാരാ. അവരറിഞ്ഞാല് അന്റെയും ബാപ്പാന്റെയും എല്ലൂരി കോൽക്കളി കളിക്കും. ആ കുഞ്ഞാലിക്കൊന്ന് കാണണം. കുഞ്ഞാലിക്ക, നിങ്ങളിത് ആരെയും അറിയിക്കരുത്, ആരോടും പറയുകയും ചെയ്യരുത്. ആരെ അറിയിക്കൂല. പക്ഷേ മൈക്ക് കിട്ടി നാട്ടുകാരോട് മുഴുവൻ പറയും. മാത്രല്ല ഫേസ്ബുക്കായ ഫേസ്ബുക്കിലും വാട്സപ്പായ വാട്സപ്പിലും പിന്നെ എന്തൊക്കെ കുന്നുണ്ടോ അതിലൊക്കെ നമ്മൾ കൊള്ളിക്കും. ഒരകത്തും കൈക്കോലും മനസ്സിലായോ? എത്ര വെച്ചിട്ട് ശ്രമിക്കോ? ഇതിനെ തല്ലിയില്ലേ? ആ തല്ലി. എനിക്കിത് കിട്ടണം. കിട്ടണം. എനിക്ക് എന്നത് കിട്ടണം. നിങ്ങളോട് എന്നത് കിട്ടണം. തല്ലേണ്ടിരുന്നില്ലടാ. ചോദിച്ചു വാങ്ങിയല്ലേ അയാള്. ഇനിയിപ്പോ ഒന്നും സംഭവിക്കില്ല. കുഞ്ഞാലിയെ ഇനി ഒരക്ഷരമുണ്ട്. അതൊക്കെ പോട്ടെ. ഏതായാലും തൽക്കാലം നമുക്ക് സ്വകാര്യമായിട്ട് വൈദ്യനെ കണ്ട് കാര്യം പറയാം. അല്ലെങ്കിൽ ഇന്നത്തെ ഫസ്റ്റും കോളാവും. അത് ശരിയാ, നമുക്ക് പുറപ്പെടാം. ആരൊക്കെയാണിത്? സൈനു, വിരുന്നേരുണ്ട്. മുത്തിന്റെ കാക്കി താത്തി ഒക്കെയാണ്. മുത്തേ, ഒന്നും കൊണ്ട് വന്ന് നോക്കുമോളെ. മോളെ മുത്തെവിടെ? മുത്തേ, മോളു സുഖല്ലടാ? സുഖം. വന്ന കാലിൽ നിൽക്കാണ്ട് ഇങ്ങോട്ട് വന്നാട്ടെ. പുയ്യാപ്പിളല്ലേ? ഇല്ല, രാവിലെ എവിടെ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാ. ഇപ്പൊ വരുമോ? വരൂ വരൂ. റഫീഖ് മാഷോ? സ്കൂളിൽ എന്തോ ഒരു ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാ. കല്യാണമായിട്ട് ഒരാഴ്ച ലീവായിരുന്നല്ലോ. ഓ മുത്തേ, പുതിയാപ്പിളെ വിളിച്ച് ഞങ്ങൾ വന്ന കാര്യം പറയും. അതിന് ഫോൺ ഇവിടെ വെച്ചാ പോയത്. ഇനിയിപ്പൊ ചോറൊക്കെ വെച്ചിട്ടല്ലേ പോവുള്ളൂ. അപ്പോഴേക്ക് വരും. നീ വിരുന്നിന്റെ കാര്യം പറഞ്ഞില്ലേ? ഇല്ല, ഇക്കാക്കന്നെ പറഞ്ഞോളി. ഈ ഞായറാഴ്ച എല്ലാരും അങ്ങോട്ട് വരണം. ഒരു ചെറിയ വിരുന്ന്. കുടുംബത്തിൽ നിന്നും ബന്ധത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരേം കൂട്ടിക്കോളി. മാത്രമല്ല, മുത്തിനെയും പുതിയാപ്പിളിനെയും നാളെ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞേക്കണം. 2 ദിവസം അവിടെ നിൽക്കട്ടെ. ശുക്കൂർ വന്നിട്ട് പറയാ. അതെ അതെ, ഒരു തിരക്കോട് തിരക്ക. എന്നാലും പറഞ്ഞേക്കാം. ബിലാൽക്ക് ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ആദ്യമായിട്ട് അമ്മുത്തിനെ പിരിഞ്ഞിരിക്കുന്നത്. ബാപ്പിയും മീൻ മരിച്ച പിന്നെ ഞാനായിരുന്നു ഓളമ്മയും ബാപ്പിയും. മുത്തിന് വിഷമുണ്ടാക്കുന്ന ഒരു കാര്യവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. പാവ എൻ്റെ മുത്ത്, ഒരു പൊട്ടിപ്പെണ്ണ്. എല്ലാവരെയും സ്നേഹിക്കാനേ അവൾക്കറിയൂ. ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഇന്ന് വരെ അവൾ ആരും വേദനിപ്പിച്ചിട്ടില്ല. ഓടും അതുപോലെ തന്നെ. അറിയാതെ ഒരിടത്തുനിന്ന് എന്തെങ്കിലും തെറ്റുപറ്റിപ്പോയാ നിങ്ങൾ പുറത്തു കൊടുക്കണം. എൻ്റെ മുത്തിനെ വിഷമിപ്പിക്കരുത്. എന്താ ബിലാലിത്? ഓക്കൊരു വിഷമവും ഇവിടെ ഉണ്ടാവില്ല. ഞമ്മളെ മോളെ പോലെ തന്നെ ഞമ്മളോളം നോക്കും. അല്ലേ മോളെ?